അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഇഫ്ര വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്, അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ മീഷോന്നും ഫ്ലിപ്പിന്നും കുറച്ച് പ്രൊഡക്ട്സ് വാങ്ങിച്ചിട്ടുണ്ട്. അതും 200 രൂപക്ക് താഴെയുള്ള പ്രൈസിൽ വാങ്ങിച്ച പ്രൊഡക്ട്സാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കൂടി ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. ഞാനൊക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ചെറുതിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇത് എനിക്ക് തോന്നുന്നത് ചെറുത് വരാനാണെന്നുണ്ടെങ്കിൽ ഞാനൊരു ഹെയർ ഓയിൽ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായിരിക്കാം ചാൻസ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. ബ്ലേഡൊന്നും എവിടെയും തിരഞ്ഞിട്ട് കാണുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ കത്രിക വെച്ച് അൺബോക്സ് ചെയ്യാം ഗൈസ്. യെസ്, ഹെയർ ഓയിൽ തന്നെയാണ്. നോക്കാം. ഭൂമിക വെഡിങ്സ്. ഇത് നല്ല എൻ്റെ ഒരു കസിന് പറഞ്ഞിട്ട് ഞാൻ ഓർഡർ ചെയ്ത സാധനമാണ്. നല്ലൊരു സാധനമാണ് ഇത്. അപ്പം എന്തായാലും ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും റിസൾട്ട് നിങ്ങളോട് പറയുന്നുണ്ട്. നല്ല സാധനമാണെന്നാണ് ഒരുവിധ ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പം അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വരാം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 550 രൂപയാണ്. സംഭവം എന്താ വെച്ചാൽ ഓർഡർ ചെയ്ത സാധനങ്ങൾ ഫുള്ളും ഒപ്പര വെച്ചപ്പോൾ അതിൻ്റെ കൂടുതൽ കുടുങ്ങി പോയ സംഭവമാണിത്. അപ്പം ഇതിന് റേറ്റ് ഉണ്ട് കേട്ടോ ഈ ഓയിലിന്. അപ്പം ഇതിന് 550 രൂപക്കാണ് ഇത് വാങ്ങിയിട്ടുള്ളത്. വണ്ടീൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും, കാര്യമൊക്കെ ഉണ്ടാവും. ഞാൻ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ജനലെടുത്ത് നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഇതാണ്. അപ്പം അങ്ങനെ ഫസ്റ്റ് ഇത് അങ്ങനെ ഇനി നമുക്ക് സെക്കൻഡ് അൺബോക്സ് ചെയ്ത് നോക്കാം. സെക്കൻഡ് വീണ്ടും ഒരു തന്നെ കാണുമ്പം ചെറിയ ബോക്സ് ആണെങ്കിലും ഇത് ഒരു മനസ്സിലായി. അപ്പം ഇതെന്താണെന്ന് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഓക്കെ, എനിക്കിങ്ങനെ കവർ മാന്യമായ രീതിയിൽ എനിക്കിഷ്ടമില്ല. നമ്മളിങ്ങനെ ഫുൾ അയച്ചു അപ്പോഴേ എനിക്ക് മനസ്സിലായി. അത് ഞാൻ പറഞ്ഞില്ലല്ലോ, അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ആ ഓയിൽ. ഇത് മീഷോ, ഇത് മീഷോന്ന് വാങ്ങിയതാണ്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ സാധനങ്ങൾ, ചിലവർക്ക് കത്തിട്ടുണ്ടാവാം, ചിലവർക്ക് കത്തിണ്ടാവില്ല. ആക്ച്വലി ഇതൊരു നമ്മളെ ഹോം ഡെക്കോറിനൊക്കെ പറ്റിയ ഒരു നമ്മളെ ഈ ചെടിയൊക്കെ ഇങ്ങനെ തൂക്കിയിടുന്ന ഒരു തൂക്കാലല്ലേ, അങ്ങനെ തന്നെയല്ലേ പറയാം, തൂക്കാല ആണിത്. അപ്പം ഇത് 5 എണ്ണം ഉണ്ട്. നമുക്ക് ഇത് ഒന്ന് നോക്കാം. ശരിക്കും നമ്മളിങ്ങനെ ഓർഡർ എന്താ പറയുക ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ അതിങ്ങനെ വരിക, പൊളിക്കാതാക്കുക, അങ്ങനെ ചെയ്യണം. അപ്പം ഞാൻ വിചാരിച്ചിരുന്നാൽ പിന്നെ നമുക്കൊരു ലോങ് വീഡിയോ എടുത്തിട്ട് നമുക്കിങ്ങനെ റിവ്യൂസ് പറയാമെന്നുള്ള ഒരു ധാരണയിലാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത്. അങ്ങനെ വന്ന സാധനങ്ങൾ ചെയ്യുന്നത് തരാം. ദിസ് ഈസ് തൂക്കാല. ഇതിൽ ഒരു ചെടിയോ എന്തെങ്കിലും ഇങ്ങനത്തെ 5 സെറ്റാണ് വരുന്നത്. അപ്പോൾ ചെടിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെക്കാൻ പറ്റിയ സാധനം. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നല്ല ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 158 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 5 പീസ് 158 രൂപക്ക് ഇത്രയും ക്വാളിറ്റിയിൽ സാധനം കിട്ടും. സംഭവം എന്തോ ഓഫറിൽ കിട്ടിപ്പോയതാണ്. അപ്പം അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു 10ൽ ഒരു 9 കൊടുക്കാം, അല്ലെങ്കിൽ 9.5 കൊടുക്കാം. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ഇതിൽ കൂടുതലുള്ള സാധനം കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതിൽ കൂടുതൽ ഉണ്ടോ നമുക്ക് നോക്കണം. ഞാൻ കുറച്ച് സാധനങ്ങളും കൂടി ഓർഡർ ചെയ്ത് വരാനുണ്ട്. അപ്പോൾ ഇത് ഏതൊക്കെയാണ് ഫുള്ളൊന്ന് കറക്റ്റ് എനിക്ക് അറിയില്ല, അപ്പോൾ നോക്കണം. അപ്പോൾ ഇതിങ്ങനെ 158 രൂപക്ക് 5 തൂക്കാല അത് അങ്ങനെയത്. ഇനി നമുക്ക് ഇത് ഉള്ളയും ഒരു ചെറിയ ബോക്സ് ഇതാണ്. ഇത് നമുക്ക് ഇത് എന്താണെന്ന് എനിക്കൊരു പിടുത്തല്ല. നമുക്ക് പൊളിച്ച് നോക്കാം.
ഇത് ഒരു 2-3 ദിവസം എന്താ പറയുക ഇങ്ങനെ വന്ന പ്രൊഡക്ട്സ് ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ചതാണ്. അപ്പോൾ അധികം നമുക്ക് നീട്ടി വെക്കാനും പറ്റില്ല, കാരണം എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ അടിക്കണമല്ലോ. അപ്പോൾ അതിന് ഞാൻ നമുക്ക് റിട്ടേൺ അടിക്കണമല്ലോ, അപ്പോൾ അതിന് ഞാൻ വേഗം വീഡിയോ എടുക്കാൻ വിചാരിച്ചാണ്. അല്ലെങ്കിൽ ഫുള്ള് വന്നിട്ട് ഞാൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ഇതെന്താണെന്ന് വെച്ചാൽ ഇതെല്ലാവർക്കും അറിയാവുന്നൊരു സാധനമാണ്. സ്ഥിതിക്ക് ബാക്കിയൊന്നുമില്ല. ഇത് ഞാൻ കുറേ ആയി വാങ്ങണമെന്ന് വിചാരിക്കണേ. അപ്പം ഇപ്പോഴാണ് ഒരു സാഹചര്യം വന്നെത്തിയത്. അങ്ങനെ ഞാനിത് വാങ്ങിച്ചു. ഫൈനലി മിക്ക ആൾക്കാരുടെ കയ്യിലുണ്ടാവുന്ന ഒരു സാധനമാണിത്. അപ്പം ഞാനിത് ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനമാണിത്. നല്ല അടിപൊളി ഇത്, ഒരു നല്ല ക്വാളിറ്റി ഉള്ളൊരു പ്രോഡക്റ്റ്. ഇതിൽ നമുക്ക് 50, 100, 200, 500 അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം ഇൻഷാ അല്ലാഹ് അപ്പം ഇത് 1,00,000 ഇതാട്ടോ, 1,00,000 ബോക്സാണിത്. അപ്പം ഇൻഷാ അല്ലാഹ് നമുക്കിത് ഇതിന് ക്യാഷ് ഇട്ട് തുടങ്ങണം. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 198 രൂപയാണിത്. 200ൻ്റെ ഒരു പൊടിക്ക് താഴെ എന്നാലും 198 രൂപക്ക് നമുക്കിത് കിട്ടില്ല. റെമി വേറെ ഒന്ന് വാങ്ങി, അത് 140 റുപ്യക്ക്. എനിക്ക് കിട്ടിയത് 198 രൂപക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രൈസിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പം അങ്ങനെയാണ് വാങ്ങിച്ചത്. ഇത് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങളും കൂടി ഒന്ന് വാങ്ങാൻ വേണ്ടി ശ്രമിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഉപകാരപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഇതൊന്ന്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ബോക്സ് ഫുൾ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിലേക്ക് വെക്കാം. ഈ ഒരു ബോക്സ് കുറച്ചൊക്കെ ഇത് കുരുമുളക് ഉണ്ട്. കറക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, നമ്മൾ നോക്കി നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. നമ്മുടെ ഇതിൽ കുലുങ്ങുന്നത് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ സാധനം ഉണ്ടല്ലോ. ഓക്കെ, ഇതിലിങ്ങനെ നമ്മൾ ഓരോ ചെടികൾ അങ്ങനെ കുത്തിവെക്കാം. ഇതിങ്ങനെ കുത്തി വെക്കാം. അങ്ങനത്തെ 1, 2, 3, 4, 5, 6, 8 എണ്ണം ഉണ്ട് ഇങ്ങനത്തെ. ഒന്നത് പിന്നെ ഒന്നത് ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. രസമുണ്ട് കാണാൻ. പിന്നെ ഒന്നത് മോദിക്ക് ഒരുപാട് ഇഷ്ടമായി ഗൈസ്. നല്ല രസമുണ്ട്. ഒരു പുതിയ ഒരു സാധനത്തിൻ്റെ ഒരു സ്മെല്ല്. ലാസ്റ്റ് വൺ ഇത്. അങ്ങനെ 9 എണ്ണാണുള്ളത്. അപ്പം ഇതിൻ്റെ റേറ്റ് ഇതേപോലെ തന്നെ കറക്റ്റ് എന്താണ് 199 ആണ് ഇതിൻ്റെ റേറ്റ് നമുക്ക് ഉണ്ടായിരുന്നത്. 199 രൂപക്കാണ് നമുക്ക് ഇത്രയും പ്രൊഡക്ട്സ് 9 പ്രൊഡക്റ്റ് കിട്ടി. ഇതിൻ്റെ ഒരുപാട് ഇഷ്ടമായി, കാരണം 9 എണ്ണത്തിന് 199 രൂപ ഉള്ളു ഗൈസ്. അപ്പോൾ എനിക്കിഷ്ടമായി. എന്താ പറയുക, വളരെ മോള് ഇരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ എന്താ പറയുക, ഇതുണ്ടല്ലോ ഈ വൈറ്റ് ഇത്, അത് കുറച്ചും കൂടി ഒരു വലുപ്പം പ്രതീക്ഷിക്കുന്നു. പക്ഷെ അത് കുഴപ്പമില്ല, നല്ല രസമുണ്ട്. ഒരു പാകത്തിനൊരു ഒറ്റ വലുപ്പത്തിൽ നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ 9 എണ്ണം 190 രൂപക്ക്
ഇതിങ്ങനെ ഞാൻ ഈ തൂക്കാവേൻ്റെ മുകളിൽ സെറ്റ് ചെയ്യാനാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം അതിനാണ് ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 5 തൂക്കം, എന്നാലും ഈ സാധനം കുറച്ച് കൂടുതലായിരിക്കും. ഇത് 9 ഉണ്ടല്ലോ, നമുക്ക് വേറെ എവിടെയെങ്കിലൊക്കെ വെക്കാമല്ലോ. ഇതിങ്ങനെ അയ്യോ മതിൻ്റെ മുകളിലൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും. ഗൈസ് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നമുക്ക് അടുത്ത ബോക്സ് നോക്കാം. അധികം ബോക്സുകളാണല്ലോ. പിന്നെ ഇനിയൊരു 2 കൂടെ കേട്ടോ. ഇതും കൂടി ഇത് പൊളിച്ചോക്കാം. ലാസ്റ്റ് ബോക്സ് ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കേട്ടോ. ഇത് ഫ്ലിപ്പ്, അതേപോലെ തന്നെ ചെടീൻ്റെ ഫ്ലിപ്പാണ്. നമ്മുടെ ബോക്സ് ഉണ്ടല്ലോ, ടാർഗറ്റ് ബോക്സ്, അതും ഫ്ലിപ്പാണ്. അപ്പം ഇതെന്താ ഇത്രയും വലിപ്പമുള്ള സാധനം ഉണ്ടായിരിക്കും. ഇതിൽ കുലുക്കൊന്നുമില്ല, നോക്കാം. കത്രികൻ്റെ പീരിയൊക്കെ പോയിണ്ടാവും. ഇത് ഗൈസ് എന്താണോ, ഇതെന്താ വെച്ചാൽ ഓണിലും വെളിച്ചെണ്ണ കെട്ടക്കാൻ പറ്റിയ ഒരു 2 ബോട്ടിൽ ഞാൻ ഓർഡർ ചെയ്തിരുന്നു. 140 ഒറ്റക്ക്. അപ്പോൾ അതാണിത്. ഇങ്ങനെ ഉണ്ട് നമ്മൾ എന്താ പറയുക, ഈ ലിറ്റർ കണക്കാണോ അതിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ഇതുള്ള നല്ല ഉറപ്പുള്ള ഇങ്ങനത്തെ 2 എണ്ണമാണുള്ളത്. അപ്പം ഇതിങ്ങനെ ഇവിടെ ഇങ്ങനെ ഈ ഒരു ടൈപ്പാണ് വരുന്നത്. നമുക്ക് ഇവിടെ ഇങ്ങനെ കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. ഇതിലൂടെ നമുക്ക് ഓയിൽ, ഇത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ ഈ കറി വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മൾ ഈ വലിയ ഹോൾസ് ഉള്ള ബോട്ടിലില്ല. അപ്പം ഓയിൽ കുറേ ആട്ട് പാത്രത്തിലേക്ക് ചിന്തിപ്പോയി. അപ്പം ഞാൻ ഇതിൽ ഞാൻ തപ്പി പിടിച്ചപ്പോൾ കിട്ടിയൊരു സാധനമാണിത്. നമ്മുടെ ലിറ്റർ കണക്കൊക്കെ ഉണ്ട്, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതാ ഇവിടെയൊക്കെ നല്ല ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ 2 എണ്ണം, ഒന്ന് വെളിച്ചെണ്ണക്കും ഒന്ന് ഓയിലും. അപ്പം ഇതും അടിപൊളിയാണ്. ഇതുവരെ ഇതാക്കിയതൊക്കെ അടിപൊളിയാണ്. ഇതുവരെ ചീപ്പായിട്ടുള്ളൊന്നും കിട്ടിയില്ല. നമുക്ക് നോക്കാം. ഇത് ഇതാ ഈ ഒരു സംഭവം കേട്ടോ. ഇതെന്താ നമുക്ക് പുറത്തു കൂടെ തന്നെ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഫ്ലിപ്പ് എന്ന് വാങ്ങിയതാണ്. ഇതെന്താ വെച്ചാൽ ഒരു ഞാൻ എന്താ പറയുക സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ വാളിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ്. സംഭവം എന്താ വെച്ചാൽ നമ്മൾ ആദ്യം നിന്ന വീട്ടിൽ ഇങ്ങനെ അതൊരു തറവാട് വീടാണ്. അപ്പോൾ അവിടെ ഇതേപോലെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു ഇതൊന്നുമില്ല. അപ്പം ഇപ്പം നമ്മൾ പുതിയ വീട്ടിലേക്ക് മാറി മാഷാള്ള അടിപൊളി വീടാണ്. നമുക്ക് കുറച്ചൊരു നല്ലൊരു വീടൊക്കെ കിട്ടിയപ്പോൾ നമുക്കിങ്ങനെ ഹോം ഡെക്കോറൊക്കെ ചെയ്യാനൊരു ആഗ്രഹം തോന്നി. അപ്പോൾ ഞാനിങ്ങനെ ഇതിലിങ്ങനെ മീഷോയിലെ ഫ്ലിപ്പിലൊക്കെ ഇങ്ങനെ ഓടിച്ചാടി നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. അത് നല്ലൊരു സാധനമാണ് തോന്നുന്നത് കണ്ടിട്ട്, കാരണം നല്ല ഓഫറൊക്കെ ഉണ്ട്. നോക്കിയിട്ട് അങ്ങനെ പീസായിട്ടാണ് ഗൈസ്. ഇത് ആക്ച്വലി എന്താ വെച്ചാൽ ലവ് എന്നുള്ള ആ ഒരു എഴുത്താട്ടത്. പിന്നെ നമ്മളിങ്ങനെ ഹോൾസ് കൂടെ ഇങ്ങനെ സെറ്റ് ചെയ്യണം. ഞാൻ ഇതിൻ്റെ പിക്ചർ ഞാൻ സൈഡ് കൊടുക്കുന്നുണ്ട്. അപ്പം ഇതിങ്ങനെ സെറ്റ് ചെയ്യുന്ന സംഭവം നല്ലൊരിത് എന്താ അടിപൊളി, നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ലിങ്ക് വേണ്ടത് എന്തായാലും കമൻറ്റ് ചെയ്യണം. ലിങ്ക് ഞാൻ കൊടുക്കുന്നതായിരിക്കും. അപ്പം ഞാൻ ഇത് ഇതേപോലെ തന്നെ 100 എത്രയാണ് വാങ്ങിയത്, കറക്റ്റ് 155 അങ്ങനെ എന്തോന്നാണ്. കറക്റ്റ് പറയാന്നുണ്ടെങ്കിൽ 155, 56 അങ്ങനെ എന്തോന്നാണ്. അതിന് വെറുപ്പായിട്ടൊരു പ്രൊഡക്റ്റ് എനിക്ക് തോന്നി. അപ്പം ഇതങ്ങനെ ഒന്ന്, ഇത് ഫ്ലിപ്പാട്ടോ. ഇനി നമുക്ക് മീഷോത്തെ ഒരു പ്രൊഡക്റ്റ് കൂടി ഉണ്ടല്ലോ. ഇത് ലാസ്റ്റ് വണ്ണാണ്. ഇത് കൂടി തന്നെ കഴിഞ്ഞിട്ടോ നമുക്ക് സാധനം വരണം. അപ്പം ഞാൻ ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് ഞാൻ നല്ലോണം എന്താ പറയുക, ഇത് ഞാൻ ആഗ്രഹിച്ച് വാങ്ങിയൊരു പ്രൊഡക്റ്റ്
ഇതാണ് ഗൈസ്. ഇഷ്ടപ്പെട്ടു. ഇത് ഡ്രസ്സൊന്നല്ല കേട്ടോ, ഇത് എന്താ വെച്ചാൽ ഇവിടെ ഒരു ചെറിയൊരു ടേബിളുണ്ട്. ആ ടേബിളിലാണ് ഞാൻ എൻ്റെ മെഷീന് കാര്യങ്ങൾ, ഞാൻ എൻ്റെ എല്ലാം ഒരുവിധ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ആ ടേബിളിൽ വെച്ചിട്ടാണ്. അപ്പോൾ അതിനൊരു ആസ്തെറ്റിക് ബെഡ്ഷീറ്റ് വാങ്ങിയതാണ് ഞാനത്. ബെഡ്ഷീറ്റ് എന്താ പറയുക, സോറി, ആസ്തെറ്റിക് ടേബിൾ ഷീറ്റാണ് വാങ്ങിയത്. അപ്പം ഇത് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ കുറേ സെർച്ച് ചെയ്തിട്ട് വാങ്ങിയ, ഒരുപാട് വലുതായാലും പ്രശ്നമാണ്, കാരണം അത്ര വലുപ്പമുള്ള ടേബിളൊന്നുമല്ല. പിന്നെ നല്ല ചെറുതായാലും പ്രശ്നമാണ്. അപ്പോൾ നോക്കിയിട്ടൊക്കെ ആണ് വാങ്ങിയത്. അപ്പം നമ്മൾ നോക്കി നോക്കാം, അൺബോക്സ് ചെയ്ത് നോക്കാം. പാക്കേജിങ് ഒക്കെ ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല കോട്ടൺ, നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലൊരു കോട്ടനാണ്. അപ്പോൾ നമുക്ക് കാര്യമായിട്ട് നമുക്ക് വലിപ്പമുണ്ടോ എന്ന് നോക്കണം. ഒരു സ്ക്വയർ രൂപത്തിലാണ്, നല്ല രസമില്ലേ കളർ. ഷവൽ കളറിലൊരു ഡ്രസ്സ് വാങ്ങിയടിക്കണം. അപ്പം അങ്ങനെ നല്ല കോട്ടന്, നമ്മളെ എഡ്ജൊക്കെ നന്നായിട്ട് മടക്കി അടിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രോഡക്റ്റ്, നല്ല തുണിക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. ഇതിന് വെറും 140 രൂപയുള്ള ഗൈസ്. ഇത് മീഷോ പ്രൊഡക്റ്റാണ്. മീഷോന്ന് ഞാനിത് 140 രൂപക്കാണ് ഇത് വാങ്ങിയത്. അപ്പോൾ നല്ലൊരു അടിപൊളി സാധനം, എനിക്ക് ഇഷ്ടപ്പെട്ടു. ചില ടൈമിൽ ഇങ്ങനെ വാങ്ങണത് മീഷോന്ന് ചിലത് നന്നാവും, ചിലത് നന്നാവില്ല. അപ്പം ഞാൻ ഈ പ്രാവശ്യം വയർന്നിട്ടാണ് ഇരുന്നത്. അപ്പം ഇത് നന്നാവണേ നല്ല കണ്ട്. അപ്പം അങ്ങനെ ഇത് ഇഷ്ടപ്പെട്ടു. ഇനി ഇത് ടേബിളിനൊക്കെ സെറ്റ് ചെയ്തിട്ട് നീ കാണിച്ചു തരുന്നുണ്ട്. ഇനി ഷവാനി അവിടുന്ന് കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കും. അപ്പോൾ ടേബിളിൽ ഇപ്പം വിരിച്ചിരിക്കുന്നത് ബെഡ്ഷീറ്റാണ്. അപ്പോൾ നമുക്കിത് മാറ്റിയിട്ട് നമുക്കിത് വിരിക്കണം. അപ്പോൾ അങ്ങനെ ഇതാ നല്ല കോട്ടൺ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. നല്ല സുഖം. ഈ ഒരു ക്ലോത്തിൽ ഒരു ടോപ്പൊക്കെ അടിച്ചിടാന്നുണ്ടെങ്കിൽ നല്ല സുഖിക്കും. ഇൻഷാല്ലാ നോക്കട്ടെ, വളരെ ടോപ്പൊക്കെ അടിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിലുള്ളത്. അതൊക്കെ അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പം എന്താണ്, കുറച്ച് മീഷോയും കുറച്ച് ഫ്ലിപ്പുമാണ്. എനിക്ക് തോന്നുന്നത് അധികം എനിക്ക് തോന്നുന്നത് ഫ്ലിപ്പാണ് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഏതെന്നാ വെച്ചാൽ ഇപ്പം ഇങ്ങനെ ഇതാക്കുന്നതിനെ കൊണ്ട് അതിൽ കയറിയാൽ അത് ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിൽ ഓർഡർ ചെയ്യും. അപ്പോൾ ഫ്ലിപ്പ് കയറിയാൽ അതിൽ സെർച്ച് ചെയ്തിട്ട് അതിൽ ഓർഡർ ചെയ്യും. ഇതാണ് ഇപ്പോൾ ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇനി കുറച്ച് പ്രൊഡക്ട്സും കൂടി വരാനുണ്ട്. അപ്പോൾ ഞാനത് ലേറ്റ് ആക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത്. അപ്പം ഹോപ്പ് യു ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇൻഷാല്ലാ ഇനി ഇങ്ങനത്തെ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. നമുക്ക് എന്താ പറയുക, മീഷോന്നും ഫ്ലിപ്പൊന്നും അതേപോലെ തന്നെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്ക് ഇനി കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് കൂടാതെ ഞാൻ എങ്ങനത്തെ വീഡിയോസ് ചെയ്യണമെന്നോ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസ് കാണാനാണ് ഇഷ്ടമുള്ളതും കൂടി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്നാലും എനിക്ക് അതിനനുസരിച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നതിലേക്കും ബൈ ബൈ.